ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പഴവും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുപ്പുള്ള ഒരു നേന്ത്രപ്പഴമാണ്, ഓവറായിട്ട് പഴുക്കണ്ട. അതുപോലെ തന്നെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ എടുക്കുന്ന സമയത്ത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സ് ഇതിൽ നിന്നൊന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഇത് നട്ട്സൊക്കെ ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പഴത്തിന് ഒരു 4 ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി പഴമെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ പഴമൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പാനിൽ തന്നെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സേമ്യത്തിൽ ആ ഒരു പാലൊക്കെ ഇപ്പം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം, ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ സേമിയം ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സേമിയം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇനി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവരോട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അടിക്ക് പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം 25 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പഴവും മുട്ടയും സേമിയും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്